ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 10 ശ്ലോകം 7. മരീചി തുടങ്ങിയവരുടെ ഉൽപ്പത്തിയാണ് 7ാമത്തെ ശ്ലോകത്തിൽ. തസ്യാദ സർഗരസികസ്യ മരീചിരത്രേ തത്രാംഗിരാ ക്രതുമുനി പുലഃ പുലസ്ത്യ അംഗാദജായത ഭൃഗുശ്ച വസിഷ്ഠദക്ഷൗ ശ്രീനാരദശ്ച ഭഗവൻ ഭവദംഘ്രിദാസ. തസ്യ അധ സർഗരസികസ്യ മരീചിഃ അത്രിഃ തത്ര അംഗിരാः ക്രതുമുനിഃ പുലഃ പുലസ്ത്യഃ അംഗാദ് അജായത ഭൃഗുഃ ച വസിഷ്ഠദക്ഷോ ശ്രീനാരദഃ ച ഭഗവൻ ഭവദംഘ്രിദാസഃ. തസ്യാദ സർഗരസികസ്യ മരീചിരത്രേ തത്രാംഗിരാ ക്രതുമുനി പുലഃ പുലസ്ത്യ അംഗാദജായത ഭൃഗുശ്ച വസിഷ്ഠദക്ഷൗ ശ്രീനാരദശ്ച ഭഗവൻ ഭവദംഘ്രിദാസ. അത തത്ര സർഗരസികസ്യ തസ്യ അംഗാദ്, പിന്നീട് അവിടെ സൃഷ്ടിയിൽ രസിക്കുന്ന ബ്രഹ്മാവിൻ്റെ അംഗത്തിൽ നിന്ന് മരീചിഃ അത്രിഃ അംഗിരാः ക്രതുമുനിഃ പുലഃ പുലസ്ത്യഃ ഭൃഗുഃ ച അജായത. അതായത് മരീചി, അത്രി, അംഗിരസ്, ക്രതുമുനി, പുലഹൻ, പുലസ്ത്യൻ, ഭൃഗു എന്നിവരും ഉണ്ടായി. വസിഷ്ഠ ദക്ഷൗജ അജായേതാം, വസിഷ്ഠനും ദക്ഷനും ഉത്ഭവിച്ചു. ഹേ ഭഗവൻ, അല്ലയോ സർവശക്തനായ ഭഗവാനെ, ഭവദംഘ്രിദാസഃ, ഇന്ദ്രവടിയുടെ പാദദാസനായ ശ്രീ നാരദഃ ച അജായത, ശ്രീ നാരദ മഹർഷിയും ഉണ്ടായി. അംഗാദ്, അംഗം ശരീരവും ശരീര അവയവങ്ങളുമാകാം. ഏതേത് അവയവങ്ങളിൽ നിന്നും ജനിച്ചു എന്ന് പുരാണത്തിൽ വിവരിച്ചിരിക്കുന്നു. അതായത് മരീചി മനസ്സിൽ നിന്നും, അത്രി നേത്രത്തിൽ നിന്നും, അംഗിരസ് മുഖത്തു നിന്നും, ക്രതുമുനി കയ്യിൽ നിന്നും, ഭൃഗു ത്വക്കിൽ നിന്നും, വസിഷ്ഠൻ പ്രാണവായുവിൽ നിന്നും, ദക്ഷൻ പെരുവിരലിൽ നിന്നും, നാരദൻ മടിയിൽ നിന്നും എന്ന് ഭാഗവതം. പിന്നീട് അവിടെ സൃഷ്ടിയിൽ രസിക്കുന്ന ബ്രഹ്മാവിൻ്റെ അംഗത്തിൽ നിന്ന് മരീചി, അത്രി, അംഗിരസ്, ക്രതുമുനി, പുലഹൻ, പുലസ്ത്യൻ, ഭൃഗു എന്നിവരും ഉണ്ടായി. വസിഷ്ഠനും ദക്ഷനും ഉത്ഭവിച്ചു. അല്ലയോ സർവശക്തനായ ഭഗവാനെ, നിദ്രവടിയുടെ പാദദാസനായ ശ്രീ നാരദ മഹർഷിയും ഉണ്ടായി. തസ്യാദ സർഗരസികസ്യ മരീചിരത്രി തത്രാംഗിരാ ക്രതുമുനി പുലഃ പുലസ്ത്യ അംഗാദജായത ഭൃഗുശ്ച വസിഷ്ഠദക്ഷൗ ശ്രീനാരദശ്ച ഭഗവൻ ഭവദംഘ്രിദാസ. തസ്യാദ സർഗരസികസ്യ മരീചിരത്രേ തത്രാംഗിരാ ക്രതുമുനി പുലഃ പുലസ്ത്യ അംഗാദജായത ഭൃഗുശ്ച വസിഷ്ഠദക്ഷൗ ശ്രീനാരദശ്ച ഭഗവൻ ഭവദംഘ്രിദാസ. തസ്യാദ സർഗരസികസ്യ മരീചിരത്രേ തത്രാംഗിരാ ക്രതുമുനി പുലഃ പുലസ്ത്യ അംഗാദജായത ഭൃഗുശ്ച വസിഷ്ഠദക്ഷൗ ശ്രീനാരദശ്ച ഭഗവൻ ഭവദംഘ്രിദാസ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.